ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. വി ഡി സതീശൻ അജയ്യനായ നേതാവായി, കേരളത്തിലെ ജനമനസ്സറിഞ്ഞ നേതാവായി കേരളം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. വി ഡി സതീശൻ തന്നെ വരണം. നല്ല മനുഷ്യനാണ്, നല്ല മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ഇത്രയും വർഷം ഉമ്മൻചാണ്ടി ഒഴിച്ച് വി ഡി സതീശനാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്പുറം സന്തോഷം നമുക്ക് കോൺഗ്രസ്സുകാർക്ക് എവിടെയുണ്ട്, UDF എവിടെയുണ്ട്, കേരള ജനതയ്ക്ക് എവിടെയുണ്ട് സന്തോഷം. ഒരു ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് ഒരു കീഴടങ്ങാത്ത നേതാവാണ് വി ഡി സതീശൻ എന്നുള്ളത് എല്ലാം ഇന്നലെ കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. ടീം UDF എന്ന രീതിയിൽ കൃത്യമായി വർക്ക് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പ്രവർത്തിച്ചതിന് ഫലം, ആ ഫലം കേരള ജനത ആഗ്രഹിച്ചു കൊടുത്തത് അങ്ങയുടെ കയ്യിൽ. KPCC ഓഫീസിൽ വലിയ ആവേശ പ്രകടനമാണ് നടക്കുന്നത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കൊരു പോസ്റ്റർ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ ആവേശ പ്രകടനമാണ് നിലവിലിപ്പോൾ KPCCക്ക് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. നമുക്ക് പ്രവർത്തകരോട് തന്നെ ചോദിക്കാം. വിചാരിച്ച പ്രഖ്യാപനം തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും വിചാരിച്ചതാണ്. സന്തോഷമാണ്. വി ഡി സതീശൻ സാറ് തന്നെ മുഖ്യമന്ത്രിയാവണമെന്നായിരുന്നു ധാരണ. അത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളെ വിശ്വാസം. ഇപ്പോൾ സംഭവിച്ചെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100% കറക്റ്റാണത്. ജനത്തിന് പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നത്. തീർച്ചയായിട്ടും ജനവികാരം പരിഗണിച്ചെന്നല്ല, നമ്മൾ വെയിറ്റ് ചെയ്തത്, അത് തീരുമാനമായി. എന്തായാലും ഇതാണ് പ്രവർത്തകരുടെ പ്രതികരണം. വലിയ ആവേശത്തിലാണ് ഉള്ളത്. വിചാരിച്ച ആളെ തന്നെയാണോ പ്രഖ്യാപിച്ചത്? സന്തോഷമാണ്. വിചാരിച്ച ആളിനെ തന്നെയാണ് പ്രഖ്യാപിച്ചത്. കേട്ടാ, സന്തോഷമായി. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രകടനം നടക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് ആ ഒരു ഫ്ലെക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കേരള ജനത 9-10 ദിവസം കാത്തിരുന്നതിന് ശേഷം ആ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സസ്പെൻസ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. പ്രവർത്തകർ മഴയും വെയിലും എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട്, അതെ, ഐശ്വര്യത്തിൻ്റെ മഴ എന്നാണ്. ഐശ്വര്യത്തിൻ്റെ മഴ. പിന്നെ നമ്മുടെ ഭരണം വന്നപ്പോൾ എൻ്റെ ഐശ്വര്യം വന്നതും മഴയും പെയ്തു. അടിപൊളി മഴ. സന്തോഷം. തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്പുറം സന്തോഷം നമുക്ക് കോൺഗ്രസ്സുകാർക്ക് എവിടെയുണ്ട്, UDF എവിടെയുണ്ട്, കേരള ജനതയ്ക്ക് എവിടെയുണ്ട് സന്തോഷം. എന്തായാലും വലിയ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. വി ഡി സതീശൻ തന്നെ വരണം. നല്ല മനുഷ്യനാണ്, നല്ല മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ഇത്രയും വർഷം ഉമ്മൻചാണ്ടി ഒഴിച്ച് വി ഡി സതീശനാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ വി ഡി സതീശനാണ്. വളരെ സന്തോഷം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. വി ഡി സതീശൻ അജയ്യനായ നേതാവായി, കേരളത്തിലെ ജനമനസ്സറിഞ്ഞ നേതാവായി കേരളം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസും അതിന് തുല്യമായി പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച KC വേണുഗോപാലിനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, അവരുടെ എല്ലാം ഇടപെടലിൽ അതാണ് അന്തിമമായി ഈ വിജയത്തിലേക്ക് എത്തിയത്. വി ഡി സതീശൻ കേരളത്തിൻ്റെ ലീഡറായതും അതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ പിന്നിൽ RC-യുടെയും രമേശ് ചെന്നിത്തലയുടെയും പങ്കുണ്ട്. സമവായത്തിലൂടെ കേരളം ആഗ്രഹിച്ച ഈ റിസൾട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കേരളത്തിന് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. വലിയ ആഹ്ലാദമാണ്. എന്തായാലും ചെറിയൊരു വടംവലി നടന്നുവെങ്കിലും ഒടുവിൽ യഥാർത്ഥ ഉത്തരത്തിലേക്ക് എത്തി എന്നുള്ളത് തീർച്ചയായും യഥാർത്ഥ സത്യത്തിലേക്ക് നേതൃത്വം തിരിച്ചു വന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇതുവരെ ഒരുപാട് നായകന്മാർ ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. ഇതിൽ BDA പോലെ കൃത്യമായി വർക്ക് ചെയ്ത് ടീം UDF എന്ന രീതിയിൽ കൃത്യമായി വർക്ക് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പ്രവർത്തിച്ചതിന് ഫലം, ആ ഫലം കേരള ജനത ആഗ്രഹിച്ചു കൊടുത്തത് അങ്ങയുടെ കയ്യിൽ. അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്ററായിട്ട് വരുന്നതിൽ ഏറെ സന്തോഷിക്കുന്ന VDയുടെ അണികളാണ് ഞങ്ങൾ, VDയുടെ യുവാക്കളാണ് ഞങ്ങൾ എപ്പോഴും VDയുടെ കൂടൊപ്പമാണ്.
പടം നയിച്ചവൻ തന്നെ നായകനായി. പട നയിച്ചവൻ നായകനാകേണ്ടത് അനിവാര്യമാണല്ലോ. തീർച്ചയായും ആ ചരിത്ര സത്യത്തിലേക്ക് കേരളം നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരു ഘടകകക്ഷിയുടെ പ്രവർത്തകരും വിനീതരാണ്. ഞങ്ങൾ ഇവിടെ കൊല്ലത്തുനിന്ന് ഇന്നലെ മുതൽ വന്ന് ഇവിടെ നിൽക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ആവേശവും ഞങ്ങളുടെ മനസ്സ് നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുകയെന്നറിയില്ലായിരുന്നു. ടി വിയിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞപ്പോൾ അവസാനം പത്രസമ്മേളനം 12 മണിന്ന് തീരുമാനിച്ചടച്ചപ്പോൾ നിലപാടുകളുടെ രാജകുമാരനായ വി ഡി സതീശൻ എന്ന പ്രഖ്യാപനം വന്നതോടുകൂടി ഞങ്ങൾ എല്ലാവരും മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടെ തിരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോകും. വളരെയധികം സന്തോഷം. ഈ തീരുമാനമെടുത്ത ഹൈക്കമാൻഡിന്റെ പ്രത്യേകം ഒരു ഘടകകക്ഷിയുടെ വ്യക്താവ് എന്ന നിലയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രഖ്യാപനം നടന്നില്ല, അപ്പോൾ ഒരു മടുപ്പ് തോന്നി? ഇല്ല, മടുപ്പില്ല, പ്രയാസങ്ങളുണ്ടായി, മാനസികമായ പ്രയാസങ്ങളായിരുന്നു. കാരണം ടി വി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നോക്കും, രാത്രി ഉറക്കമില്ല, ഇങ്ങനെ ഇതേന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് മനസ്സമാധാനമായി. ഇനി നല്ലതുപോലെ ഉറങ്ങുകയും നല്ലതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഒരു ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് ഒരു കീഴടങ്ങാത്ത നേതാവാണ് വി ഡി സതീശൻ എന്നുള്ളത് എല്ലാം ഇന്നലെ കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതിന്റെ എല്ലാ പര്യസമാപ്തിയും കുറിച്ചിരിക്കുന്നു. പോലും പറയൂല, നിങ്ങൾക്ക് ഏത് പറയൂല, പിണറായിയെ പോലെ പറയൂല. അതുപോലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോകും പോലെ നിങ്ങൾക്ക് ഏത് സമയത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാം. അപ്പോൾ കേരളം കണ്ട സമാനതകളില്ലാത്ത നേതാവാണ് വി ഡി സതീശനെന്ന് കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിനുള്ള പിന്തുണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും അതിൻ്റെ മനസ്സറിഞ്ഞാണ് ഹൈക്കമാൻഡ് ഇത്ര ഉചിതമായൊരു തീരുമാനമെടുത്തത്. ആ കാര്യത്തിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവിൻ്റെ പങ്ക് നിസ്തുലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ നായകനായി വി ഡി സതീശൻ വന്നത്. തീർച്ചയായും ഇതെല്ലാം സത്യമായി നോക്കിക്കാണുന്ന മാധ്യമങ്ങളോടും എല്ലാ അർത്ഥത്തിലുമുള്ള നന്ദി അറിയിക്കേണ്ടതുണ്ട്. അതാണ് കേരളം കാണുന്നത്. വളരെ സന്തോഷം പ്രതികരിച്ചതിൽ. നിലപാടുകളുടെ രാജകുമാരൻ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് പ്രവർത്തകരെല്ലാവരും തന്നെ പറയുന്നത്. വലിയ ആവേശത്തിലാണ് ഉള്ളത്. ഇവിടെ ഒരു ടീഷർട്ട് ഉയർത്തി എന്തായാലും ടീഷർട്ട് ഉയർത്തിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്. മുരളീധരൻ്റെ ടീഷർട്ടാണ്. അതായത് നാട്യങ്ങളില്ലാത്ത നന്മ നിറഞ്ഞവൻ നമ്മെ നയിക്കട്ടെ മുരളീധരൻ. അതായത് ഓരോ നേതാക്കളെയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഈവൻ വി ഡി സതീശന്, മുരളീധരൻ, അതുപോലെ നിരവധി അണികളുണ്ട്. ആ ഒരു സ്നേഹപ്രകടനമാണ് നിലവിലിപ്പോൾ ഇന്ദിരാഭവന് മുന്നിൽ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പട നയിച്ചവൻ തന്നെ നായകനായിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.